ഹലോ ഫ്രണ്ട്സ്, നമ്മളിവിടെ AFXൻ്റെ എൻട്രൻസിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. വെള്ളയമ്പലം ജംഗ്ഷനിൽ നിങ്ങൾ ശാസ്ത്രത്തിലോട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ലോഗോ കാണാം. ടോപ്പിൽ ബിൽഡിങ്ങിൽ AFXൻ്റെ വേറൊരു ലോഗോ കാണാം. കമോൺ ഫ്രണ്ട്സ്, നിങ്ങൾ എൻട്രൻസ് നേരെ താഴേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റിന് തൊട്ടടുത്ത് വീണ്ടും AFXൻ്റെ ഒരു ലോഗോ ഉണ്ട്. നിങ്ങൾ നേരെ ലിഫ്റ്റിൽ എൻ്റർ ചെയ്ത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരിക. അപ്പോൾ നമ്മൾ AFXൻ്റെ റിസപ്ഷനിൽ നിൽക്കുകയാണ്. റിസപ്ഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ജിമ്മിൻ്റെ ഏതാണ്ട് ഒരു രൂപമൊക്കെ നമുക്ക് കിട്ടും. റിസപ്ഷനിൽ വരുമ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡ് നമ്മളുടെ വിഷൻ എന്താണ് അതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവും. റിസപ്ഷനിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ട്രെയിനേഴ്സ് ഉണ്ടാവും. ട്രെയിനേഴ്സ് ഇപ്പോൾ ഇവരെല്ലാവരും വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എൻ്റെ ജിമ്മ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. നിങ്ങൾ ലിഫ്റ്റിൽ കയറി നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡിയോ സെഷൻ കാണാൻ പറ്റും. കാർഡിയോ സെഷനപ്പുറം നമ്മുടെ ഡംബിൾസിൻ്റെ ഒരു സെഷനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ മെയിൻലി അനാറ്റമിക്കലി നമുക്ക് വരുന്ന സ്ട്രെങ്ത് എക്യുപ്മെൻറ്റ്സ് ആണ് നമുക്ക് വരുന്നത്. ഈ ജിം ഒരു 2200 സ്ക്വയർ ഫീറ്റാണ് എൻ്റെ ജിം ഫ്ലോർ എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിൽ എനിക്കൊരു ബോളിവുഡ്, സുംബ, ഇപ്പോൾ ഹിപ്പ് ഹോപ്പും ബോക്സിങ്ങും ഒക്കെ ആ ഫ്ലോറിൽ നടക്കുന്നുണ്ട്. ആ ഫ്ലോറിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ജിമ്മിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെയാണ് നിങ്ങളുടെ എക്യുപ്മെൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്. ഈ ഓവറോൾ സ്പേസ് എന്ന് പറയുന്നത് ഒരു 2200 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. എന്തുകൊണ്ട് ഞാൻ ഈ സ്പേസ് എടുത്തു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ്. ഈ ജിമ്മിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ട്രെയിനർ ഏത് കോർണറിൽ നിന്ന് കഴിഞ്ഞാലും നമ്മുടെ ക്ലയൻസ് വന്നു കഴിഞ്ഞാൽ അവർ വർക്കൗട്ട് ചെയ്യുന്നത് എവിടെ ആണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആസ് എ ട്രെയിനർ. കാരണം പല ജിമ്മുകൾക്ക് 5000-6000 സ്ക്വയർ ഫീറ്റൊക്കെ ഉണ്ട്. പക്ഷേ എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു അറ്റൻഷൻ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ട്രെയിനർ ചിലപ്പോൾ ഒരു കോർണറിലായിരിക്കും നിൽക്കുന്ന, ക്ലയൻറ്റ് വേറൊരു കോർണറിലായിരിക്കും നിൽക്കുന്ന. ക്ലയൻറ്റ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ട്രെയിനറിനെ വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. അത് വളരെ ഒരു ഡ്രോബാക്കാണ്. ഇവിടെ അങ്ങനെ ഒരു ഡ്രോബാക്ക് വരില്ല. നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കാർഡിയോ ചെയ്യുകയാണോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും എക്യുപ്മെൻറ്റ് ചെയ്യുകയാണോ എന്നുള്ളത് നമ്മുടെ ഒരു ട്രെയിനർ ഒരു കോർണറിൽ നിന്നാൽ പോലും പുള്ളിക്ക് വ്യക്തമായിട്ടൊരു 360 ഡിഗ്രി വിഷൻ ഇവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ മെയിൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഞ്ചുറി ഫ്രീ ആയിട്ട് വർക്കൗട്ട് ചെയ്യാം എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല നിങ്ങൾ വരുമ്പോൾ തന്നെ നിങ്ങൾ പോകുന്നത് വരെയും നിങ്ങൾക്ക് ആ ഒരു അറ്റൻഷൻ കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ സമയം 3:25. ഇപ്പോൾ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ട്രെയിനേഴ്സ് എന്ന് പറയുന്നത് ട്രെയിനർ രോഹനുണ്ട്. രോഹൻ ക്ലയൻറ്റുമായിട്ട് തിരക്കിലാണ്. ഓക്കെ, പിന്നീട് നമുക്കുള്ള ട്രെയിനേഴ്സ് എന്ന് പറയുന്നത് ട്രെയിനർ ശിവയുണ്ട്. ശിവയും വർക്കൗട്ടും ഉണ്ട്. ശിവയുടെ ഒരു ക്ലയൻറ്റുമായിട്ട് ബിസിയാണ്. പിന്നെ നമുക്കിപ്പോൾ വേറെ ഉള്ളത് ലേഡി ട്രെയിനറാണ് അരുണ. അപ്പോൾ അരുണയുടെ പേഴ്സണൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ട്രെയിനേഴ്സ് ഉൾപ്പെടെ എല്ലാവരും മസ്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യണമെന്നുള്ളത് എനിക്ക് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം ഹെൽത്ത് വരുന്നവർക്ക് മാത്രമല്ല, ഇവിടെ ഇതിൻ്റെ അകത്ത് നിൽക്കുന്നവരും ഹെൽത്ത് നോക്കണം എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ആസ് എ ട്രെയിനർ നമ്മളും ഫിസിക്കലി ഫിറ്റ് ആയിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ക്ലയൻസിനും അത് പറഞ്ഞു കൊടുക്കാനുള്ളൊരു റൈറ്റ് ഉള്ളൂ. എക്യുപ്മെൻറ്റ്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം കൂടുതൽ ഞാൻ പ്ലേറ്റ് ലോഡഡ് മെഷീൻസിലേക്കാണ് ഞാൻ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്ലേറ്റ് ലോഡഡ് മെഷീൻസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സോളിഡ് ആയിട്ടൊരു വർക്കൗട്ട് ചെയ്യാനായിട്ട് പിൻ ലോഡറിൻ്റെ കാലത്ത് തീർച്ചയായിട്ടും ഒരു പ്ലേറ്റ് ലോഡഡ് മെഷീൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. വളരെ മിനിമലായിട്ട് മാത്രമേ ഞാൻ പിൻ ലോഡഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് സെലക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു വർക്കൗട്ട്, നിങ്ങൾക്ക് ബോഡി ബിൽഡിംഗ് ആണോ, ഫിറ്റ്നസ് ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾ എന്താണോ അതിനനുസരിച്ചിട്ടുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും നിങ്ങൾ AFXലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റായിട്ട് എനിക്ക് രണ്ട് മെഷീൻസ് കാണിക്കാനുള്ളൂ. കാരണം ഈ മെഷീൻസ് മിക്കവാറും ഒരു ജിമ്മുകളിലും കാണാറില്ല. ഒന്നെന്ന് പറയുന്നത് ഹിപ്പ് ത്രസ്റ്റർ എന്ന് പറയുന്ന എക്യുപ്മെൻ്റാണ്. ഹിപ്പ് ത്രസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലൂട്ട്സും നമ്മുടെ ലോവർ ബോഡിയും നമ്മുടെ ഹിപ്പും ഒക്കെ വളരെയധികം സ്ട്രോങ് ആക്കാനായിട്ട് ഹെൽപ്ഫുള്ളാവുന്ന മെഷീനാണ്. അതിനോടൊപ്പം തന്നെ നമുക്കൊരു ബെൽറ്റ് സ്ക്വാട്ട് എക്യുപ്മെൻ്റ് ഉണ്ട്. ലോവർ ബാക്ക് പെയിൻ ഉള്ളവർക്ക് സ്ക്വാട്ട് ചെയ്യാനൊക്കെ വളരെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ ബെൽറ്റ് സ്ക്വാട്ട് എന്ന് പറയുന്ന എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ ഏജ് ആയിട്ടുള്ള ആൾക്കാർക്കും വളരെ സേഫായിട്ട് സ്ക്വാട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ബെൽറ്റ് സ്ക്വാട്ട് എന്ന് പറയുന്ന മെഷീനാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങളുടെ ഫിസിക്ക് എന്താണോ അതിനനുസരിച്ചിട്ട് ചെയ്യാനുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും നിങ്ങൾക്ക് AFXൽ അവൈലബിൾ ആണ്. അടുത്ത് നമുക്ക് നമ്മുടെ മുകളിലത്തെ ഫ്ലോറായ സുംബ, ബോളിവുഡ് ഡാൻസ്, ബോക്സിങ് ആ ഒരു സോണിലേക്ക് കൂടെ
ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ടോപ്പ് സോണിൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം? ടോപ്പ് സോണിൽ നമുക്ക് സുംബയുണ്ട്. സുംബ വിത്ത് എന്ന് പറയുന്നത് വെറും സുംബ അല്ല, സുംബ വിത്ത് ബോളിവുഡ് ഡാൻസ് ആണ്. അതിനോടൊപ്പം നമുക്ക് ഇപ്പോൾ ഹിപ്പ് ഹോപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ബോക്സിങ്ങും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഓഫീസിൽ തന്നെ ഞാൻ 2 ട്രീറ്റ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഡ്രൈ കപ്പിംഗ് ആസ് വെൽ ആസ് ഗ്രാസ്റ്റൻ തെറാപ്പി. വെസ്റ്റേൺ രാജ്യങ്ങളിൽ അത് ഗ്രാസ്റ്റൻ തെറാപ്പി എന്നാണ് അറിയപ്പെടുന്നത്. അത് ചൈനീസ് ട്രീറ്റ്മെൻറ്റായ ഗുവാഷ്വ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഒരു മസാജ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു പെയിനെ റിലീവ് ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് ഓയിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് വിടുന്നു എന്നുള്ളത് ആണ് ഒരു മസാജ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ ഗുവാഷ്വ അല്ലെങ്കിൽ ഗ്രാസ്റ്റൻ തെറാപ്പി വഴി നിങ്ങളുടെ പെയിൻ്റെ റൂട്ട് കോസ് എന്താണോ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗുവാഷ്വ അല്ലെങ്കിൽ ഗ്രാസ്റ്റൻ പോലുള്ള തെറാപ്പി ട്രീറ്റ്മെൻറ്റ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പഴയ ഇഞ്ചുറീസ്, ഇപ്പോൾ ആർത്രൈറ്റിസ് ആവാം, സ്പോൺലൈറ്റിസ് ആവാം, നിങ്ങൾക്ക് സിവിയർ ബാക്ക് പെയിൻ ആയിരിക്കാം, ഈ പെയിൻ ആയിരിക്കാം, ഇതുപോലത്തെ ഇഞ്ചുറീസ് ട്രീറ്റ് ചെയ്യുന്നതിനും ഗ്രാസ്റ്റൻ തെറാപ്പി ഒരു ഉത്തമ പരിഹാരമാണ്. കൺക്ലൂഡ് ചെയ്യുമ്പോൾ നിങ്ങൾ AFXലോട്ട് വരണം എന്നുള്ളതല്ല, എന്തുകൊണ്ട് AFX സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. നിങ്ങൾ നമ്മുടെ ജിമ്മിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ USP എന്ന് പറയുന്നത് അസസ്മെൻറ്റ് ബേസ്ഡ് ട്രെയിനിങ് ആണ്. അസസ്മെൻറ്റ് ബേസ്ഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരാൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെയിനായിട്ട് അയാളുടെ ബോഡി പോസ്ചർ, പിന്നെ അയാളുടെ ജോയിൻസിൻ്റെ മൊബിലിറ്റി, ഓവറോളായിട്ട് അയാളുടെ ബോഡി മാസ് ഇൻഡെക്സ്, ഫാറ്റ് പെർസെൻറ്റേജ്, അതുപോലത്തെ ബേസിക് ആയിട്ടുള്ള അസസ്മെൻറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അയാൾക്ക് എന്തെങ്കിലും ഇഞ്ചുറി ഹിസ്റ്ററീസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇഞ്ചുറി ഹിസ്റ്ററീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ട റീഹാബ് ഉൾപ്പെടെ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ വരുമ്പോൾ നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഒരു പുതിയ ട്രാൻസ്ഫോർമേഷനിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എന്താണ് നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഗോൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ പ്ലാൻസ് വർക്കൗട്ട് ചെയ്യുക. ഗ്രാസ്റ്റൻ തെറാപ്പി അല്ലെങ്കിൽ ഗോഷ പോലത്തെ തെറാപ്പീസ് നമ്മളുടെ മെമ്പേഴ്സിന് മാത്രമല്ല പുറത്തുള്ള ആൾക്കാർക്ക് കൂടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് ബേസിസിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. കാരണം ഏറ്റവും കൂടുതൽ റിക്കവറിക്ക്, നിങ്ങളുടെ ബോഡി റിക്കവറിക്ക് ആവശ്യമായിട്ടുള്ള ഒരു തെറാപ്പിയാണ് ഗ്രാസ്റ്റൻ തെറാപ്പി അല്ലെങ്കിൽ ഗുവാഷ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ AFX എന്താണ്, AFX ലൊക്കേഷൻ എന്താണ്, എവിടെയാണ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും വെള്ളയമ്പലത്ത് നിങ്ങൾ ശാസ്ത്രങ്ങളിലേക്ക് വരുമ്പോൾ കുവൈറ്റ് എയർവേസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് AFXൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും AFXലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് എൻ്റെ ജിമ്മിൻ്റെ എക്സ്പ്ലനേറ്ററി വീഡിയോ ആണ്. നമുക്ക് വേറെ കണ്ടൻറ്റിലേക്ക് കാണാം. അതുവരെ